മൂവാറ്റുപുഴ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടൻ്റെ പാലക്കുഴ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് പര്യടനം വടക്കൻ പാലക്കുഴയിൽ KPCC സെക്രട്ടറി നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കുഴ UDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു. ജനത എന്നെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ചങ്കൂറ്റത്തോടുകൂടി പറയുവാനുള്ള തന്നിടം കാണിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ഡോക്ടർ മാത്യു കുഴൽനാടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വരുന്ന 5 വർഷക്കാലം തീർച്ചയായിട്ടും മൂവാറ്റുപുഴയെ പ്രതിനിധാനം ചെയ്യേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ MLA. അപ്പോൾ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് വിജയിപ്പിക്കണം. കാരണം യാതൊരു സംശയവും വേണ്ട, മെയ് 20-ാം തീയതി ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ആ മന്ത്രിസഭയിൽ മൂവാറ്റുപുഴയിൽ നിന്നുള്ള പ്രതിനിധി ഡോക്ടർ മാത്യു കുഴൽനാടൻ കൂടി അതിന്റെ ഭാഗമാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട്, മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN സുനിൽ, ജോസ് പെരുമ്പള്ളിക്കുന്നിൽ, UDF ചെയർമാൻ ജെയ്സൺ ജോർജ്, CBP ജോർജ്, അഡ്വക്കേറ്റ് റോയി ഐസക്, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രീതിയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ അന്ന് നിങ്ങൾക്ക് തന്ന വാക്ക് കഴിയുന്നത്ര പാലിക്കാൻ ഞാൻ പരിശ്രമിച്ചു. ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും എൻ്റെ 5 വർഷക്കാലം ഞാൻ സാമാജിക നിലയിൽ പ്രവർത്തിച്ചു. അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ എല്ലാം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിനിടയിൽ 1298 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഞാൻ മൂവാറ്റുപുഴ മണ്ഡലത്തിന് വേണ്ടി നേടാനും നമുക്ക് കഴിഞ്ഞു. ഇന്ന് ഈ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന സമയത്ത് ഈ വോട്ടെടുപ്പിന് ശേഷം ഒരു UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മൂവാറ്റുപുഴയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും ഒക്കെ എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നട്ടുച്ച വെയിലത്ത്, ഒരു വെയിലത്ത് നിങ്ങൾ നൽകിയ കൃത്യമായ സ്വീകരണം മനസ്സിന് കുളിർമയേകുന്നതാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും വാത്സല്യവുമാണ് എൻ്റെ കരുത്തും ശക്തിയും. ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.